എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നത്. ഇതൊരു ടിപ്പണിയാണ്, ഒരു കവിതയെ ആസ്പദമാക്കി ശ്രീ നരേഷ് സക്സേന എഴുതിയ ടിപ്പണി. കവിതയുടെ പേര് ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. കവി ശ്രീ വിനോദ് കുമാർ ശുക്ല. ശ്രീ വിനോദ് കുമാർ ശുക്ല എഴുതിയ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന ഈ കവിത വെറും 11 വരെയുള്ള കുഞ്ഞു കവിതയാണ്. അപ്പോൾ ഈ കവിത നമുക്ക് ആദ്യം നോക്കാം, അതിനുശേഷം നമുക്ക് ടിപ്പണിയിലേക്ക് പോകാം. ടിപ്പണി എങ്ങനെ എഴുതാമെന്നുള്ളത് ഈ പാഠത്തിലൂടെ നിങ്ങൾക്ക് വളരെയേറെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ 2 or 3 വട്ടം കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹൗ ടു റൈറ്റ് എ ടിപ്പണി, എങ്ങനെ ഒരു ടിപ്പണി എഴുതാം എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് കവിത നോക്കാം. ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, വ്യക്തി കോ मैं नहीं जानता था, हताशा को जानता था. ഈ 3 വരിയുടെ അർത്ഥം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം. ഒരു സ്റ്റെപ്പായിട്ട് പോകാം. ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, നിരാശയാൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു, നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തിക്കോ മേം നഹി ജാൻതാ ഥാ, വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. ഈ ഞാൻ എന്ന് പറയുന്നത് കവിയാണ്. വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, ഞാൻ അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. ഹതാശാക്കോ ജാൻതാ ഥാ, പക്ഷേ എന്നാൽ എനിക്ക് നിരാശയെ അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം നിരാശനായിട്ട് ഇരിക്കുന്നത് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഹീസ് വെരി സ്ട്രേഞ്ചർ ടു മീ, അദ്ദേഹം എനിക്ക് സ്ട്രേഞ്ചർ തന്നെയായിരുന്നു, എനിക്ക് അയാളെ അറിയേയില്ല. ഇസ്ലിയെ മേം ഉസ് വ്യക്തിക്ക് പാസ് ഗയാ, അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. ആൾ അപരിചിതനായതുകൊണ്ടല്ല പോയത്, അയാൾ നിരാശനായിട്ട് ഇരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയത്. അടുത്തേക്ക് ചെന്നു. മേനെ ഹാത്ത് ബഡായ, ഞാൻ എൻ്റെ കൈകൾ നീട്ടി. കൈകൾ നീട്ടിയത് ഭിക്ഷ യാചിക്കാനാണോ, ഷെയ്ക്കാൻഡ് കൊടുക്കാനാണോ, അതോ സഹായം നൽകാനാണോ? എന്തിനായിരിക്കും? അതെ, മേരാ ഹാത്ത് പകഡ്കർ വ ഖടാ ഹുവ, ഞാൻ സഹായത്തിന് വേണ്ടിയിട്ടാണ് കൈ നീട്ടി, സഹായം നൽകാനാണ് കൈ നീട്ടി. എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റു. മുജേ വഹ് നഹി ജാൻതാ ഥാ, അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു, എനിക്ക് അയാളെ ആദ്യമേ അറിയില്ല, അയാൾക്ക് എന്നെ തീരെ അറിയില്ല. മേരെ ഹാത്ത് ബഡാനേക്കോ ജാൻതാ ഥാ, പക്ഷെ അയാൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, ഞാൻ എന്തിനാണ് കൈ നീട്ടിയെന്നില്ലേ, ഞാൻ കൈകൾ നീട്ടിയതിനെ അറിയാമായിരുന്നു, ഞാൻ സഹായമാണ് നൽകുന്നത് എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റത്. ഹം ദോനോ സാത്ത് ചലേ, ഞങ്ങൾ 2 പേരും ഒപ്പം നടന്നു, ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് നടന്നു. ദോനോം ഏക് ദൂസരേക്കോ നഹി ജാൻതേ ഥേ, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല. ഏക് ദൂസരേക്കോ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളെ അറിഞ്ഞാൽ ഇയാൾക്ക് ഇയാളെ അറിയില്ല, അയാൾക്ക് അയാളെ അറിയില്ല, പരസ്പരം അറിയില്ല. പക്ഷേ അവർക്കൊരു കാര്യം അറിയാമായിരുന്നു, എന്ത്? സാത്ത് ചലനേക്കോ ജാൻതേ ഥേ, ഒപ്പം നടക്കാൻ അറിയാമായിരുന്നു. അപ്പോൾ വെറും 11 വരികളുള്ള ഈ കുഞ്ഞു കവിതയിൽ വളരെയേറെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. അതെന്താണെന്നുള്ളത് ടിപ്പണിയിലൂടെ കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ടിപ്പണിയിലേക്ക് പോകാം. ശ്രീ നരേഷ് സക്സേന എഴുതിയ ടിപ്പണി. ആദ്യത്തെ പാരഗ്രാഫ്. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. വിനോദ് കുമാർ ശുക്ല തൻ്റെ മൗലികതയോടൊപ്പം തന്നെ, മൗലികത എന്ന് പറഞ്ഞാൽ തൻ്റെ തനിമ, തൻ്റെ ഒറിജിനാലിറ്റിയോടൊപ്പം തന്നെ ഭാഷാക്കി അൻഗഡതാക്കിയ വിഖ്യാതി ഹേ, ക്രമരഹിതമായ ഭാഷ ഉപയോഗിക്കുന്ന, ഘടനയില്ലാത്ത രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെയേറെ മികവ് പുലർത്തുന്ന ഒരാളാണ്, അത്ര പ്രശസ്തനാണ്. കിന്തു ഇസ് കവിത മേ മൗലിക് ഹോനെ കെ സാത്ത് ഹി വേ കാവ്യ ശില്പ കെ സിദ്ധ കവി കി തരഹ് ഭി ദിഖായി ദേത്തെ ഹേ, എന്നാൽ ഈ കവിതയിൽ മൗലികതയോടൊപ്പം തന്നെ, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്, മൗലികതയോടൊപ്പം തന്നെ വേ കാവ്യ ശില്പ കെ സിദ്ധ കവി കി തരഹ് ഭി ദിഖായി ദേത്തെ, കാവ്യ നിർമ്മാണത്തിൻ്റെ മികച്ച ഒരു കവി എന്ന രീതിയിലും
കാണപ്പെടുന്നത്. അപ്പോൾ കവി എന്ന കാറ്റഗറൈസിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം മികച്ച ഒരു കവിയാണെന്ന് ഈ കവിതയിലൂടെ അദ്ദേഹത്തിനെ നമുക്ക് കണക്ക് ആക്കാം. നരേഷ് സക്സേനയുടെ വാക്കുകളാണ്. അപ്പോൾ ഈ ആദ്യത്തെ പാരഗ്രാഫിൽ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കവിത ആരെഴുതിയതാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലികൾ എങ്ങനെയാണ് എന്ന് ഒരു ചെറിയൊരു മെൻഷൻ ചെയ്യൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് ടിപ്പണിയുടെ സ്വഭാവമാണ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എബൌട്ട് ദ പോയറ്റ് ആൻഡ് ഇൻസ് റൈറ്റിംഗ് പാറ്റേൺ. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് നോക്കാം. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. കവിതയുടെ അർത്ഥം ഇത്രത്തോളം സഹജ് പറഞ്ഞാൽ സ്വാഭാവികം, സാഫ് എന്ന് പറഞ്ഞാൽ വളരെയേറെ ക്ലിയർ, വ്യക്തം, വളരെ സ്വാഭാവികവും വളരെയേറെ വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഉന്നെ വ്യാഖ്യാക്കി ദർക്കാർ നഹി ഹേ, അതിനെ വ്യാഖ്യാനിക്കേണ്ടതായ യാതൊരുവിധ ആവശ്യവുമില്ല. ദർക്കാർ മീൻസ് ആവശ്യം, അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ട ഒരു കാര്യവും ഇല്ല. സരൾ ശബ്ദോं वाले वाक्य സ്വയം ഹി അപ്നാ മർമ്മ കഹ് ദേത്തെ ഹേ. ഇതിൻ്റെ പ്രത്യേകത നോക്കൂ, ഈ കവിതയുടെ പ്രത്യേകത സരളമായ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ വാചകങ്ങളാണ് ഈ കവിതയുടെ മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവിതയുടെ മർമ്മം എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ सरल शब्दों वाले वाक्य, सरल शब्दों वाले वाक्यों से बना हुआ कविता है ये, वही तो है इसका मर्म. ओके, മൂന്നാമത്തെ പാരഗ്രാഫ്. വ്യക്തി को मैं नहीं जानता था, हताशा को जानता था. കവിതയിലെ വരികളാണ്. ये कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं, जो व्यक्ति के नाम पदे उम्र ओहदे या जाति से जानने को जोड़ती है. അപ്പോൾ ഈ പാരഗ്രാഫ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പാരഗ്രാഫാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെ വരുന്നത്. എന്താണെന്നുള്ളത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. വ്യക്തി കോ മേം നഹി ജാൻതാ താ, ഹതാശാ കോ ജാൻതാ താ. വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, നിരാശയെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാനേക്ക് ഹമാരി ജാനി പേച്ചാനി റൂഢിക്കോ തോടുത്തേ, അറിയുക എന്ന നമ്മുടെ ആ ഒരു പരമ്പരാഗതമായ ചിരപരിചിതമായ കൺസെപ്റ്റിനെ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണ് കവി ചെയ്തിരിക്കുന്നത്. ജാനി പേച്ചാനി എന്നാൽ ചിരപരിചിതമായിട്ടുള്ള, പണ്ട് കാലം മുതലേ നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് പരിചയിച്ച സാധനങ്ങൾ. രൂഢി എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ചിരപരിചിതമായ ആ പാരമ്പര്യത്തിനെയാണ് ഇവിടെ ബ്രേക്ക്. ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട് അല്ലേ? ആ പാരമ്പര്യങ്ങളിൽ ഒരു പാരമ്പര്യത്തിനാണ് ഇവിടെ ഈ കവി ഇവിടെ പൊളിച്ചെഴുതുന്നത്. എന്താണ് ചിരപരിചിതമായിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഉള്ളിൽ? എന്താണ് ആ പാരമ്പര്യം? അറിയുക എന്ന വാക്കിൻ്റെ അർത്ഥം, ഡെഫിനിഷൻ എങ്ങനെയാണ് പരമ്പരാഗതമായ രീതിയിൽ നോക്കാം. जो व्यक्ति के नाम पदे उम्र ओहदे या जाति से जानने को जोड़ती है. ഒരു വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, ഏജ്, പദവി, ജാതി തുടങ്ങിയവയുമായിട്ടെല്ലാം കണക്റ്റഡ് ആണിത്. അപ്പോൾ ജാന്ന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ അയാളുടെ പേരറിഞ്ഞാൽ മതി, അഡ്രസ്സ് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ജോലി അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏജ് അറിഞ്ഞാൽ മതി. ഏതെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമുക്ക് അറിയാമെന്നാണ് അർത്ഥം. അത് പരമ്പരാഗതമായുള്ള പഴയ കാലം മുതലുള്ള ചിന്താഗതിയാണ്. നിനക്ക് അയാളെ അറിയുമോ? എനിക്കറിയാം, എൻ്റെ പേരെന്താ, എൻ്റെ പേരിനതാണ്, ഓക്കെ. പക്ഷേ ആ ഒരു കൺസെപ്റ്റിനെ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണ് കവി ചെയ്തിരിക്കുക. എങ്ങനെ എന്ന് നോക്കാം. യദി ഹം കിസി വ്യക്തി को उसकी हताशा, निराशा, असहायता या उनके संकट से नहीं जानते तो हम कुछ नहीं जानते. നമ്മൾ ഒരു വ്യക്തിയുടെ ഹതാശ എന്ന് പറഞ്ഞാൽ ഹതാശ അവസ്ഥ, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഡീപ്പ് ട്രബിളിലിരിക്കുന്ന അവസ്ഥ, നിരാശ, അസഹായത, നിസ്സഹായാവസ്ഥ, യാ ഉസ്കെ സങ്കട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, അതൊന്നും നമ്മൾ അറിയുന്നില്ല എങ്കിൽ ഹം കുച്ച് നഹീ ജാൻതേ ഹേ, നമുക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നർത്ഥം. അപ്പോൾ ഈ ഒരു കവിതയിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പരമ്പരാഗതമായ കൺസെപ്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അയാളെ അറിയാം, ഒരു വ്യക്തിയെ പേര് പറഞ്ഞാൽ അറിയാം. പക്ഷേ അയാളുടെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അറിയുന്നില്ല എങ്കിൽ
അവൻ നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ പോലും പേരും അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ അറിയുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ പോലും അയാളുടെ കുറിച്ച് നമുക്ക് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല എങ്കിൽ നമുക്ക് അയാളെ അറിയില്ല എന്നർത്ഥം. ആ കൂട്ടുകാരനെ അറിയില്ല എന്ന് തന്നെയാണ് കവി പറയുന്നത്. ഇനി അതിനൊരു ഉദാഹരണം ജസ്റ്റ് നോക്കൂ. സടക്ക് पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि हम उसे नहीं जानते? ഇനി റോഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഘായൽ പടേ അപരിചിത വ്യക്തിക്കോ ദേക്ക്, ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വിജനമായ വഴിയാണ്, ഒരു അപരിചിതൻ അവിടെ വീണ് കിടക്കുന്നുണ്ട്. വീണ് കിടക്കുകയാണെങ്കിൽ പരിക്ക് പറ്റി വീണ് കിടക്കുകയാണ്, എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്ത് വേണമെങ്കിലും ആകട്ടെ, അപരിചിതനായ വ്യക്തിയാണ്. നോക്കുമ്പോൾ അപരിചിതനാണ്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അയ്യോ എനിക്ക് ഇയാളെ പരിചയമില്ല എന്ന് പറഞ്ഞിട്ട് പോകുമോ? നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? അതാണ് ഇവിടെ റോട്ടിൽ പരിക്ക് പറ്റി കിടക്കുന്ന ഒരു അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് നമ്മൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് അയാളെ അറിയില്ല എന്ന് പറയാൻ കഴിയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, പറയാൻ കഴിയുമോ? നമുക്ക് ആ സമയത്തൊരു കാര്യം അറിയാം. എന്താണ്? വാസ്തവമേ ഹം ജാൻതേ ഹേ കി യഹ് വ്യക്തി മുസീബത്ത് മെ ഹേ. വാസ്തവത്തിൽ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? ആ വ്യക്തി മുസീബത്തിലാണ്. മുസീബത്ത് പറഞ്ഞാൽ വളരെയേറെ ട്രബിളിലാണ് എന്ന്. ആ സമയത്ത് ആ വ്യക്തിക്ക് എന്താ ആവശ്യം? എന്താണ് ആവശ്യം? അത് തന്നെ കാര്യം. അതായത് ഹമാരി മദദ് കി സരൂരത്ത്, ഹീസ് ഇൻ ട്രബിൾ, ഹി നീഡ് എ ഹെൽപ്പ് അല്ലെ. അദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ ഹെൽപ്പാണ് വേണ്ടത്. ഉസ്കി സരൂരത്ത് ഹേ. അപ്പോൾ ഈ കവിതയിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്? ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ അയാളുടെ പേരും അഡ്രസ്സും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപരിചിതനാണെങ്കിൽ ഇപ്പോൾ അയാളെ സഹായിക്കാം. അതെന്തിൻ്റെ സിമ്പലാണ്? മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിതയിലൂടെ കവി ചെയ്തിരിക്കുന്നത്. മികവാർന്നൊരു പ്രകടനം തന്നെയാണ് കവി ചെയ്തിരിക്കുന്നത്. കവിത ലഗാതാർ നഹി ജാനനെ ഔർ ജാനനെ കാ ബയാൻ കർത്തി ജാതി ഹെ. കവിതയിൽ നഹി ജാന്ന എന്ന് പറയുന്ന വാക്കും ജാന്ന എന്ന് പറയുന്ന വാക്കും അല്ലേ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ലഗാതാർ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കവിത ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാകും. എന്താണ്? നഹിജാന്ന 3 വട്ടവും ജാന്ന 3 വട്ടവും വന്നിട്ടുണ്ട്. ഇനി ശില്പ കി ഇസ് ബാരീക്ക് കാരീഗരിക്കത്തേക്ക്. എന്താണ് ശില്പ്? ഈ ശില്പം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്താണ് കാര്യം? ശില്പം എന്ന് പറയുന്നത് പ്രതിമയൊന്നുമല്ല, മറിച്ച് കാവ്യ നിർമ്മാണം, കാവ്യശില്പം. കാവ്യം എന്ന് പറയുന്ന കവിത എന്ന് പറയുന്ന ശില്പം. ഈ കവിതയുടെ നിർമ്മാണത്തിൻ്റെ അതിസൂക്ഷ്മമായിട്ടുള്ള നിർമ്മാണ വിദ്യ എന്താണെന്ന് നോക്കാം, ശില്പവിദ്യ എന്താണെന്ന് നോക്കാം. ഈ ശില്പം, ഈ കവിതയാവുന്ന ശില്പത്തിനെ എങ്ങനെയാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നും അതിസൂക്ഷ്മമായിട്ട് നമുക്കൊന്ന് നോക്കാമെന്നാണ്. ബാരീക്ക് കാരിഗരി, അതിസൂക്ഷ്മമായ കാരിഗരി എന്ന് പറഞ്ഞാൽ ശില്പവിദ്യ അല്ലെങ്കിൽ നിർമ്മാണ വിദ്യ. അത് നമുക്ക് നോക്കാം. കവിതയുടെ ശൈലിയാണ് ഇവിടെ കുറച്ചുകൂടി പറയാൻ പോകുന്നത്. വഹ് മുझे नहीं जानता था हाथ बढ़ाने को जानता था हम एक दूसरे को नहीं जानते थे साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. അപ്പോൾ ഈ കവിതയിലെ വരികളൊന്ന് റിപ്പീറ്റ് ചെയ്തിൽ എഴുതിയിട്ടുണ്ട്. വഹ് മുझे नहीं जानता था हाथ बढ़ाने को जानता था. അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു, കൈ നീട്ടിയതിനെ അറിയാമായിരുന്നു. ഞാൻ കൈ നീട്ടിയത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നഹി ജാനത്തെ, ഞങ്ങൾക്ക് പരസ്പരം ഒരാൾക്ക് മറ്റൊരാളെ അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലനാ ജാനത്തെ ഥേ, ഒപ്പം നടക്കാൻ അറിയാമായിരുന്നു. ഇതിൽ നഹി ജാനെയും ജാനനെയും കവിതയിൽ കിസി ലോകഗീത് കെ സ്ഥായി. എന്താ ലോകഗീത്? നാടൻ പാട്ട്, ഫോക്ക് സോങ്. ഫോക്ക് സോങ്ങിലൊക്കെ ഉള്ള വരികൾ പോലെ, ഫോക്ക് സോങ്ങിലെ ശീലുകൾ, നാടൻ പാട്ടിലെ ശീലുകൾ പോലെ, സ്ഥായി എന്ന് പറഞ്ഞ വരികൾ, ശീലുകൾ എന്നൊക്കെ അറിയാം. നാടൻ പാട്ടിലെ ശീലുകൾ പോലെ ബാർ ബാർ ലൗട്ടാ ഹെ, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. ബാർ പറഞ്ഞാൽ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ 3 വട്ടം കാണുന്നുണ്ട്. ഗദ്യമേം ലിഖി ഹുയി കിസി കവിതാമേം लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किसी कविता में आया है याद नहीं आ रहा. ഗദ്യ എഴുതിയില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ശൈലിയിലൊന്നുമല്ല എഴുതിയില്ല, ഗദ്യരീതിയിലാണ് രചന നടത്തിയിരിക്കുന്നത്. ഗദ്യരീതിയിൽ എഴുതിയിട്ടുള്ള ഒരുപാട് കവിതകളുണ്ട്. അതിൽ കിസി കവിതാമേ, ഏതെങ്കിലും ഒരു കവിതയിൽ ലിറിക്സ് എന്ന് പറഞ്ഞാൽ, ലിറിക്കൽ എന്ന് പറഞ്ഞാൽ ലിറിക്സ്, വരികളുടെ പ്രയോഗം, അതുപോലെ തന്നെ ഗീതാത്മകത എന്ന് പറഞ്ഞാൽ കാവ്യഭാവന, കാവ്യഭംഗി,
കാവ്യഭംഗിയുടെ ബോധം, കാവ്യഭംഗിയെ നമുക്ക് വളരെയേറെ മനസ്സിലാക്കി തരുന്നു. ഇത്ര മികച്ച രീതിയിൽ ഹിന്ദിയിലെ വേറെ ഏതെങ്കിലും കിസ് കവിതാമ എന്നൊരു ചോദിക്കുന്നുണ്ട്. കിസിന്ന് വേണം ശരിക്ക്, കിസി കവിതാമ ആയ ഏതെങ്കിലും ഒരു കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് യാദ് നഹി ആരഹ, ഓർമ്മ വരുന്നേ ഇല്ല. അപ്പോൾ ഇത്ര മികച്ച ഒരു ഗദ്യരീതിയിൽ എഴുതിയ കവിത ഞാൻ എൻ്റെ ലൈഫിൽ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. നല്ല കവിത തന്നെയാണ്. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നല്ല കവിതയെ പെട്ടെന്നത് മനസ്സിലാക്കിയെടുക്കാൻ, അക്സെപ്റ്റ് ചെയ്തെടുക്കാനും ഒരു മലയാളികളായുള്ള നമുക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നല്ല കവിത തന്നെയാണ്. വളരെ സിമ്പിളാണെന്നാണ് അതിൻ്റെ മർമ്മം, അത് സിമ്പിളാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാസേജ് നോക്കാം. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की ज़ुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഒറ്റ സെൻറ്റൻസ് ആണത്, ഒറ്റ പാരഗ്രാഫാണ്. ഒറ്റ പാരഗ്രാഫിൽ ഒരു വലിയൊരു സെൻറ്റൻസ്. ഈ പാരഗ്രാഫിൽ കവിതയുടെ ശക്തിയെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കവിതയുടെ ശക്തി? ഗസലുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഗസലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഗാനശാഖയാണ്. ഗസൽ ഗായകന്മാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഉമ്പായി എന്ന് പറയുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷഹബാസ് അമൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്, സിനിമയിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനൂപ് ജലോട്ട, അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ, പങ്കജ് ഉദാസ്, ഇവരൊക്കെ ഈ ഗസലുകളൊക്കെ ഒരുപാട് പാടി കേട്ടിട്ടുണ്ട്. കേട്ടവരുണ്ടായിരിക്കും, കേൾക്കാത്തവരുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഗസലിൻ്റെ അവസാനത്തെ വരിയുടെ ഷേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ സിംഹം എന്ന് വിചാരിക്കും. ഇപ്പോൾ രണ്ടർത്ഥമുണ്ട്. സിംഹം എന്നുള്ള വേർഡും ഉണ്ട്, അതുപോലെ തന്നെ വരി എന്നുള്ള മീനിങ്ങും ഉണ്ട്. അപ്പോൾ ഇവിടെ വരി എന്ന അർത്ഥം, പങ്ക്തി അല്ലേ. ഷേർ അവസാനത്തെ വരിയുടെ അവസാനത്തെ വാക്ക്. ശബ്ദ് ഒരിക്കലും വോയിസ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. ശബ്ദ് ഇറ്റ് മീൻസ് വേർഡ്. അവസാനത്തെ വാക്ക് ശ്രോതാവോ കി ജുബാൻ പർ ആപ്സെ ആപ്പ് ആ ജാത്തെ, ശ്രോതാക്കൾ കേട്ടു. അപ്പോൾ ഒരു സ്റ്റേജ് ഷോ ആണ് നടക്കുന്നത്, ഗസലിൻ്റെ ഒരു പ്രോഗ്രാമാണ് നടക്കുന്നതെങ്കിൽ അവിടെ ഒരുപാട് കേൾവിക്കാരുണ്ട്, ഓഡിയൻസ് ആയിട്ടിരിക്കുന്നവർ, ശ്രോതാക്കളുണ്ട്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ നാവിൻതുമ്പിൽ സ്വയം ഈ അവസാനത്തെ വേർഡും അവസാനത്തെ വരിയൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കും. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് ലയിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കും. ശ്രോതാവു കി സുബാൻ പർ ആപ്സെ ആപ്പ് ആ ജാത്തെ ഹേ, സ്വയം. ആപ്സെ ആപ്പ് പറഞ്ഞാൽ സ്വയം. ശ്രോതാവും കെ, അതായത് കേൾവിക്കാരുടെ നാവിൻ തുമ്പിൽ സ്വയം ഈ കവിതകൾ. നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരാൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് പാട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പാട്ട് ചിലപ്പോൾ നമ്മളറിയാതെ മൂളിപ്പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കെ തന്നെ പാടും, ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഗസൽ പാടിക്കൊണ്ടിരിക്കെ ഗസലിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളും പാടിക്കൊണ്ടിരിക്കും. ആ വരികളുടെ അവസാനത്തെ വാക്കുകൾ, അവസാനത്തെ വേർഡുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. വൈസേ ഹി ഇസ് കവിത കെ അന്തിം ശബ്ദ് यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले वाक्य पूरा कर देंगे और कहेंगे जानते थे. അപ്പോൾ ഗസലിൻ്റെ വരികൾ ആൾക്കാരുടെ മനസ്സിൽ, ആൾക്കാരുടെ നാവിൻതുമ്പിൽ എപ്രകാരമാണോ നിൽക്കുന്നത്, അതുപോലെ തന്നെ ഈ കവിതയുടെ അവസാനത്തെ വാക്ക്, അതായത് സാത്ത് സാത്ത് ചലന എന്ന് പറയുന്ന വരിക്ക് ശേഷം കവിത ചൊല്ലുന്ന ആൾ ആ കവിതാപാരായണം രോക് ദിയ ജായേത്തോ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പകുതിയിൽ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ, തോ സുന്നേവാലെ വാക്യ പൂരാ കർ ദേങ്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ശ്രോതാക്കളായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ഒരു വരിയുടെ എൻഡ് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ഉറക്കെ ചൊല്ലും. പൂരാ കർ ദേങ്കെ ഓർ കഹേങ്കെ ജാൻതേ ഥേ, ജാൻതേ ഥേ എന്ന് ഉറക്കെ ചൊല്ലും. എന്തുകൊണ്ട്? ആ വാക്ക് അവരുടെ മനസ്സിൽ കറക്റ്റ് സ്പോട്ടഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം വരികളുടെ അർത്ഥത്തിനനുസരിച്ച് ഇന്നതേ വരൂ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നുണ്ടായിരിക്കും. അതാണ് ആ കവിതയുടെ ശക്തി. ഈ കവിതയുടെ ശക്തി ഇത് തന്നെയാണ്. ഓക്കെ, മനസ്സിലായില്ലേ?
यह कविता जानना शब्द को पूरी तरह से बदल देती है. ഈ കവിത ജാന്ന, അതായത് അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ, ജാന്ന എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു വ്യക്തിയുടെ പേരോ അഡ്രസ്സോ ജോലിയോ അറിഞ്ഞാൽ ആ വ്യക്തി അറിയാമെന്നുള്ളത്. അതാണ് പരമ്പരാഗത അർത്ഥം. ആ പരമ്പരാഗത അർത്ഥത്തെ പൂരി തരസെ ബദൽ ദേത്തി ഹെ, കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ്. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. ഈ കവിതയുടെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 വരികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിക്കോ മേം നഹി ജാൻതാ ഥാ ഹതാശാക്കോ ജാൻതാ ഥാ എന്ന് പറയുന്ന 2 വരികളാണ്. ആ 2 വരിയിൽ തന്നെ എന്താ പറഞ്ഞത്? വ്യക്തിയെ എനിക്കറിയില്ല, നിരാശയെ എനിക്കറിയാമായിരുന്നു. അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ ഒരു മനുഷ്യത്വത്തിൻ്റെ സിമ്പിൾ അവിടെ തന്നെ ഉണ്ട്, ഒരു അറിയാത്ത ഒരാളെ സഹായിക്കുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ എന്തിന് വീണ്ടും വരികൾ എഴുതി? ആദ്യത്തെ 2 വരി പറയാനുള്ള കാര്യങ്ങൾ മൊത്തം കവി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തിന് അല്ലേ? നോക്കാം. അതെന്താ? ശേഷ് പങ്ക്തിയാ ഉസി കഹേ ഗയേ കോ ഔർ സഖൻ ഔർ ഗഹര കർത്തി ഹേ. ബാക്കിയുള്ള വരികളിൽ ആ പറഞ്ഞതിനെ തന്നെ, ഉസി കഹേ ഗയേ കോ, ആ പറഞ്ഞതിനെ തന്നെ, അതാണ് അതിൻ്റെ അർത്ഥം. ഔർ സഖൻ ഔർ ഗഹര കർത്തി ഹേ, പറഞ്ഞതിനെ തന്നെ കൂടുതൽ സോളിഡ്, ദൃഢമാക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ബലപ്പെടുത്തുകയും, പറഞ്ഞതിനെ ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്തുകയും അതുപോലെ തന്നെ ഗഹര കർത്തി ഹേ, ആഴമേറിയ രീതിയിൽ പ്രതിപാദിക്കുകയുമാണ് ചെയ്യുന്നത്. പറഞ്ഞതിനെ ഒന്നുകൂടി ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറ്റുന്ന രീതിയിലേക്ക് വേറെ സംഗതികളും കൂടെ. അതായത് ഉദാഹരണത്തിന് അധ്യാപകൻ ഒരു പാഠഭാഗത്തിൻ്റെ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ വായിച്ചു പോവുകയല്ല ചെയ്യുക, വായിച്ചു പോകുന്നതിന് ശേഷം വായിച്ചതിന് തൊട്ട് പിന്നാലെ 1, 2, 3 വട്ടം പറഞ്ഞു തരും. മനസ്സിലാകാത്തവർക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കും. അത് എന്തിനാണ് പറഞ്ഞു കൊടുക്കുക? ഒറ്റ വട്ടം വായിച്ചാൽ പോരെ? മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വ്യക്തമാക്കി കൊടുക്കുകയാണ് അധ്യാപകൻ ചെയ്യുന്നത്, ഡിസ്ക്രിപ്ഷൻ നടത്തുകയാണ്. കവിത കാ സന്ദേശ് ഹെ കി ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाँ ज़रूरी नहीं है. അപ്പോൾ കവിതയ്ക്ക് ഒരു സന്ദേശമുണ്ട്. കവി എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ കവിതയിലൂടെ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ആ കവിതയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, എന്താണ് കവിത കൊണ്ട് കവി ഉദ്ദേശിച്ചത് എന്ന്. അപ്പോൾ ഇവിടെ ഈ കവിത കൊണ്ട് കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് നോക്കാം. ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യതാ കാ എഹസാസ് യാനി മാനവീ സംവേദന ഹോനാ സരൂരി ഹെ. 2 മനുഷ്യന്മാരുടെ ഇടയിൽ മനുഷ്യതാ കാ എഹസാസ്, മനുഷ്യത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം, മനുഷ്യത്വത്തിൻ്റെ ഫീലിംഗ്, അതായത് മാനവീ സംവേദന, മാനുഷികമായിട്ടുള്ളൊരു സഹാനുഭൂതി, മാനുഷികമായ സഹാനുഭൂതി വേണ്ടത് ആവശ്യമാണ്. उसके लिए जानकारियाँ ज़रूरी नहीं है. അതിന് അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട ഒരാളെ സഹായിക്കാൻ എന്നാണ് പറയുന്നത്. കിന്തു യഹ് സന്ദേശ് കവിത മേ ഉപദേശ് കി തരഹ നഹീ ആതാ. എന്നാൽ ഈ ഒരു സന്ദേശം നല്ലൊരു മെസ്സേജാണ്. പക്ഷേ ഈ ഒരു സന്ദേശം കവിതയിൽ ഒരിക്കലും എവിടെ ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിൽ കാണുന്നില്ല. കവി നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊന്നും. പക്ഷേ നമ്മുടെ മനസ്സിലത് തോന്നലാണ് നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇത് തന്നെയാണ് ഈ കവിതയുടെ ശക്തി, പ്ലസ് പോയിൻ്റ്. അപ്പോൾ ഈ ടിപ്പണി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ശരിക്ക് ഈ 2-3 വട്ടം വായിക്കുക പുസ്തകം, 1-2 വട്ടം വീഡിയോ കേൾക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മികവ് ലഭിക്കുന്നതായിരിക്കും.